ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1, +2 വിദ്യാർത്ഥികൾക്കുള്ള മാത്തമാറ്റിക്സ് ക്ലാസ്സുകളും ഒപ്പം ചില മാത്തമാറ്റിക്സ് ടിപ്സുകളുമാണ് ഈ ചാനലിൽ കൂടി ഞാൻ നൽകി വരുന്നത്. +1, +2 റെഗുലർ വിദ്യാർത്ഥികൾക്കുള്ള മാത്തമാറ്റിക്സ് ക്ലാസ്, +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ, പ്രീവിയസ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ തുടങ്ങിയവയാണ് ഞാൻ ഇതുവരെ നൽകിയത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് 125 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം വളരെ സന്തോഷകരമായ വാർത്ത അറിയിക്കാനുണ്ട്. 10K സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട്. ഇതിനുവേണ്ടി എന്നോടൊപ്പം പ്രവർത്തിച്ച, എന്നോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷന് ഫസ്റ്റ് 8 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആൻസേഴ്സിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ആൻസേഴ്സ് ഒക്കെ വിശദമായി ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് എന്ന സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടാൽ മതി. ഇവിടെ ഓരോ ചാപ്റ്ററിൽ നിന്നും എക്സാമിനേഷന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന് 6 മാർക്സിനാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ ഡി മോർഗൻസ് ലോ. നിങ്ങൾക്കറിയാം എന്താണ് ഡി മോർഗൻസ് ലോ? A union B the whole complement equal to A complement intersection B complement. ഈ ലോ വെരിഫൈ ചെയ്യാൻ ചോദിക്കാം. ഇതിന്റെ വേറൊരു വേർഷൻ കൂടെ ഉണ്ട്. എന്താണ്? A intersection B the whole complement equal to A complement union B complement. ഈ ലോയുടെ വെരിഫിക്കേഷൻ ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ, write all the subsets of A equal to set 1, 2, 3. Write all the subsets of എന്ന രീതിയിൽ ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഇതിന്റെ തന്നെ വേറൊരു വേർഷൻ ഉണ്ട്. റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് സെറ്റ് A equal to 1, 2, 3. അതായത് ഈ സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? പവർ സെറ്റ്. ആൻസറിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ സബ്സെറ്റുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്ന് റൈറ്റ് ഓൾ ദ സബ്സെറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് ദ സെറ്റ് എന്ന് ചോദിക്കാം. വൺ മോർ തിങ്, ഇഫ് എ സെറ്റ് ഹാസ് n elements then total number of subset എന്താണ്? 2n. ആ റിസൾട്ട് യൂസ് ചെയ്ത് 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തേർഡ് ക്വസ്റ്റ്യൻ, കാർഡിനാലിറ്റി, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. അതിനുവേണ്ടി ഈ റിസൾട്ട് അറിയുക. n of A union B, number of elements in the set A union B equal to n of A plus n of B minus n of A intersection B. ഇത് n of A union B കാണുന്ന ഫോർമുല. n of A intersection B ആണെങ്കിൽ n of A plus n of B minus n of A union B. ഈ 2 റിസൾട്ട് യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. അല്ലെ, ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികൾ ചായ ഇഷ്ടപ്പെടുന്നു, കുറച്ച് കുട്ടികൾ കോഫി ഇഷ്ടപ്പെടുന്നു. ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം എത്ര എന്ന ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ആ പാറ്റേണിൽ ഒരു പ്രോബ്ലം ചോദിക്കാം. സോ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ 6 മാർക്സിനാണ് ചോദിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ, ഡി മോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ, റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. തേർഡ് വൺ എന്താണ്? പ്രാക്ടിക്കൽ പ്രോബ്ലം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 6 മാർക്സ് കിട്ടിക്കഴിഞ്ഞു. ചാപ്റ്റർ നമ്പർ 2, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഒരു റിലേഷൻ നിങ്ങൾക്ക് തന്നിരിക്കും. അത് സെറ്റ് ബിൽഡർ ഫോമിലായിരിക്കും. അതിനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. ദെൻ റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. ഒരു എക്സാമ്പിൾ, കൺസിഡർ എ റിലേഷൻ A on the set 1, 2, 3 etc. up to 14 as R equal to ordered pair x, y such that 3x minus y equal to 0. Write the relation in roster form. Find domain, range and codomain of this relation. ഈ റിലേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഈ പാറ്റേണിലുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. A equal to set 1, 2, 3. Find A cross A. 3 എലമെന്റ് ഉള്ള ചോദിക്കത്തില്ല, 2 എലമെന്റ് ഉള്ളത്. A equal to set 1, 2. ഇത് മതി. ഫൈൻഡ് A cross A. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പിന്നെ വേണമെങ്കിൽ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്ന് A എന്ന സെറ്റ് തന്നിരിക്കും, B എന്ന സെറ്റ് തന്നിരിക്കും. ഫൈൻഡ് A cross B and B cross A.
ഷോ ദാറ്റ് എ കോസ് ബി നോട്ട് ഈക്വൽ ടു ബി കോസ് എ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എങ്കിലും ഈ സെക്ഷനിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ദിസ് വൺ, ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് റിലേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് വന്നാൽ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചോദിക്കുന്നത് ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിരിക്കും. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, മോഡുലസ് ഫംഗ്ഷന്റെ ചില വേർഷൻസ് ഗ്രാഫ് തന്നിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യണം. അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഫംഗ്ഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് domain of the function f of x equal to x square minus x plus 1 divided by x square minus 3x plus 2. ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ കാണുക. ഫൈൻഡ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to this one. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോബ്ലമാണ്. ചാപ്റ്റർ നമ്പർ 3, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. നിങ്ങൾക്ക് ഒത്തിരി ആശങ്കയുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. ആശങ്കകൾക്കൊന്നും അർത്ഥമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല, കൃത്യമായി പഠിച്ചാൽ. ഇതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ, കൺവേർട്ട് ഡിഗ്രി മെഷർ ഇൻറ്റു റേഡിയൻ മെഷർ. ആ രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ തിരിച്ച് കൺവേർട്ട് എന്താണ്, റേഡിയൻ മെഷർ ഇൻറ്റു ഡിഗ്രി മെഷർ. ആ പാറ്റേണിലുള്ള പ്രോബ്ലം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിലെ അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, sin x equal to minus 3 by 5. x in third quadrant. x in എന്താണ്, third quadrant. Find all the other 5 trigonometric functions. ഈ പാറ്റേണിലുള്ള പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. sin x ആവണമെന്നില്ല, cos x ആകാം, tan x ആകാം, അങ്ങനെ ഏത് വേണോ ആകാം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 75 sin 15. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ sin 15 cos 75, ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. tan 75 tan 15 എല്ലാം ഒരേപോലെയാണ് ചെയ്യുന്നത്. sin 15 sin 75, cos 15 cos 75, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. നെക്സ്റ്റ്, തേർഡ് പ്രോബ്ലം, വെരി വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ഷോ ദാറ്റ് sin 5x plus sin 3x divided by cos 5x plus cos 3x equal to tan 4x. ഈ പാറ്റേണിലുള്ള പ്രോബ്ലം, അതായത് സം ഫോർമുല sin a plus sin b, cos a plus cos b, sin a minus sin b, cos a minus cos b. ഷോർട്ട് കട്ട് ഓർമ്മയുണ്ടോ? എസ് പ്ലസ് എസ്, എസ് മൈനസ് എസ്, സി പ്ലസ് സി. ക്ലാസ് കാണുക, ഷോർട്ട് കട്ട് കിട്ടും അല്ലെ? ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, യാതൊരു മാറ്റമില്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ. ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഫൈൻഡ് പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് tan x equal to √3. അതേപോലെ sin x equal to 1/2. അത്തരം പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. ഫൈൻഡ് പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ കാണുന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇതിനകത്ത് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ 9 മാർക്കിനാണ് കേട്ടോ, അത് കൂടുതൽ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. സോൾവ് മീൻസ് എന്താണ്, ജനറൽ സൊല്യൂഷൻ കാണുക. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയം കാണും. sin 3x plus sin 4x plus sin 2x equal to 0. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ cos 3x plus cos 4x plus cos 2x equal to 0. ടെക്സ്റ്റിൽ നോക്കിയാൽ മനസ്സിലാകും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, സെയിം എന്താണ്, ടൈപ്പ് ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സപ്ലിമെന്ററി പോർഷൻ. അതായത് ടെക്സ്റ്റിന്റെ ബാക്ക് സൈഡിൽ 2014 ആഡ് ചെയ്ത കുറച്ച് പോർഷൻസ് ഉണ്ട്. പലർക്കും അത് ഭയങ്കര എന്താണ്, പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. പ്രശ്നത്തിന്റെ കാര്യമില്ല. ലോ ഓഫ് സൈൻസ്, ലോ ഓഫ് കൊസൈൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിൽ തന്നെ എക്സസൈസിൽ ആദ്യത്തെ 4 പ്രോബ്ലം ഉറപ്പായിട്ട് എഴുതി പഠിക്കൂ. അതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യൻസ് എന്താണ് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. സപ്ലിമെന്ററി എക്സസൈസിലെ ആദ്യത്തെ 4 പ്രോബ്ലംസ് എഴുതി പഠിക്കൂ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. ഓക്കെ, ചാപ്റ്റർ നമ്പർ 4, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഒരൊറ്റ പ്രോബ്ലം, 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്നു, അത്രമാത്രം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം അല്ലെ? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് n ക്യൂബ് ഈക്വൽ ടു n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 4. അത്
ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറയാം. നെക്സ്റ്റ് 1 + 3 + 3 സ്ക്വയർ എക്സെട്രാ പ്ലസ് 3n-1 ഈക്വൽ ടു 3n-1/2. ഇത് രണ്ടും ഒരേ പാറ്റേണിലാണ് പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് another method means another pattern of question. X raised to 2n minus y raised to 2n is divisible by x plus y. Next 41 raised to n minus 14 raised to n is divisible by 27. ഇത് രണ്ടും ഒരേ പാറ്റേണിലാണ് സിംപ്ലിഫിക്കേഷൻ. ലാസ്റ്റ് വ്യത്യസ്തമായ ഒരു പ്രോബ്ലം, very important പ്രോബ്ലം. 10 raised to 2n minus 1 plus 1 is divisible by 11. ഇത്തരം മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, മിക്കവാറും ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആകാനാണ് സാധ്യത. ചാപ്റ്റർ നമ്പർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. 4 മാർക്സ് അല്ലെങ്കിൽ 6 മാർക്സിന് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു പ്രോബ്ലമാണ്. റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം. Z equal to R into cos theta plus I sin theta, where R is the modulus and theta is the amplitude or argument. അല്ലെങ്കിൽ represent the complex number in modulus amplitude form. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു പ്രോബ്ലം ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിക്കുക. കോംപ്ലക്സ് നമ്പർ സെലക്ട് ചെയ്ത് പഠിക്കാൻ വളരെ ഈസിയാണ്. രണ്ടാമത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോബ്ലം ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അഗൈൻ സപ്ലിമെന്ററി പോർഷൻ, ടെക്സ്റ്റിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു പോർഷൻ ആണ്. എന്താണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണുന്ന പ്രോബ്ലം. 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കും, അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? കോംപ്ലക്സ് റൂട്ട് ആയിരിക്കും. അത്തരം പ്രോബ്ലംസ് നിങ്ങൾക്കറിയാം. √2x² പ്ലസ് x പ്ലസ് √2 ഈക്വൽ ടു 0. ഇത്തരം പാറ്റേണിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ്. ഫൈനലി ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. എന്താണ് ഫോർമുല? Z⁻mod Z². ഫോർമുലയിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത്രയുമാണ് കോംപ്ലക്സ് നമ്പറിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ചാപ്റ്റർ നമ്പർ 6 ലീനിയർ ഇനിക്വാളിറ്റീസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാം. പുതിയ പാറ്റേണിൽ ഒരൊറ്റ പ്രോബ്ലം മാത്രമേ ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ആ പ്രോബ്ലം എന്താണ്? സോൾവ് ഗ്രാഫിക്കലി. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ, ഒന്നിൽ കൂടുതൽ ലീനിയർ ഇനിക്വാളിറ്റീസ് വിത്ത് 2 വേരിയബിൾ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം? ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഈ പ്രോബ്ലം നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇതിനൊരു പ്രോബ്ലം ഉറപ്പായിട്ട് എക്സാമിനേഷൻ ചോദിക്കും. ഇനി ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പ്രതീക്ഷിക്കാം. സോൾവ് ദ ഇനിക്വാളിറ്റി x plus x/2 plus x/3 less than 11 and represent the solution on number line. ഇതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറയും. ഒരു ലൈൻ വരച്ചിട്ട് അതിനകത്ത് സൊല്യൂഷൻ മാർക്ക് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ചാപ്റ്റർ. ചാപ്റ്റർ നമ്പർ 7 പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. പല കുട്ടികൾക്കും കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒപ്പം എക്സാമിനേഷന് വ്യത്യസ്തമായ ടെക്സ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ്. എങ്കിലും നമുക്ക് ഊഹിക്കാം ചില പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്സിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് n if n-1 p3 is to n p4 equal to 1:9. ഒരു ഇക്വേഷൻ വന്നിട്ടാൽ എന്നിന്റെ വാല്യൂ കാണുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻ, 5pr equal to 2 into 6pr-1. ഫൈൻഡ് വാല്യൂ ഓഫ് r. നിങ്ങൾക്ക് അറിയാലല്ലേ npr കാണുന്ന ഫോർമുല n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ. ഈ ഫോർമുല അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് ചെയ്യാം. ഇത് അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷനിൽ നിന്ന്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ആയിട്ട് ഈ പാറ്റേണിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അസാസിനേഷൻ, അല്ലെങ്കിൽ മിസിസിപ്പി, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻസ്. പരിചയമില്ലേ? ഇത്തരം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ്? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇൻ വിച്ച് ഓൾ വൗവൽസ് ഒക്കർ ടുഗദർ, നെവർ ഒക്കർ ടുഗദർ. അത്തരം ക്വസ്റ്റ്യൻസ്, അതായത് റെപ്പറ്റീഷൻ വരുന്ന വേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ റെപ്പറ്റീഷൻ ഇല്ലാത്ത വേർഡ്സിന് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിലെ മറ്റൊരു പോർഷനാണ് കോമ്പിനേഷൻസ്. അതിൽ നിന്ന് ഒരു പ്രോബ്ലം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. മിക്കവാറും അത് കാർഡ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. നിങ്ങൾക്കറിയാം ഒരു പ്ലേയിങ് കാർഡ്സിൽ എത്രയുണ്ട്? 52 കാർഡ്സ് ഉണ്ട്. ഈ 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് 4 കാർഡ്സ് എത്ര വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം.
അതിനകത്ത് 2 കിങ് വരാനുള്ള, റെഡ് കിങ് വരാനുള്ള സാധ്യത എന്ത്? അങ്ങനത്തെ ടൈപ്പിലുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കാർഡുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം 2 പേരുടെ. അതിനുവേണ്ടി 3 പുരുഷന്മാരും 4 സ്ത്രീകളുമുണ്ട്. എത്ര വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം? ഈ കമ്മിറ്റി ഫോം ചെയ്യുന്ന പ്രോബ്ലം. ഇത്തരം പ്രോബ്ലംസ് ഉറപ്പായിട്ട് എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 8 ബൈനോമിയൽ തിയറം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ ആണ്. 4 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാകാം: expand x plus 1 by x the whole raised to 5. ആ പാറ്റേണിൽ ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ find x plus 1 the whole raised to 6 plus x minus 1 the whole raised to 6 and hence find value of root 2 plus 1 the whole raised to 6 plus root 2 minus 1 the whole raised to 6. ആദ്യത്തെ എക്സസൈസിനെ ബേസ് ചെയ്താണ് ഈ 2 പ്രോബ്ലം. അതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അടുത്താണ് വരുന്നത്. ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ എന്തായിരുന്നു? ടി ആർ പ്ലസ് 1 ഈക്വൽ ടു എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റൈസ് ടു ആർ. ഈ റിസൾട്ട് യൂസ് ചെയ്തായിരിക്കും ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഫൈൻഡ് ദ ടേം വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ റൈസ് ടു 5. അല്ലെങ്കിൽ വേറൊരു എക്സ്പാൻഷൻ ചോദിക്കാം: ഫൈൻഡ് ദ ടേം വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന പാറ്റേണിലുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന് ഫൈൻഡ് ദ മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഫൈൻഡ് കോഎഫിഷ്യന്റ് ഓഫ് സംതിങ് ഇൻ ദ എക്സ്പാൻഷൻ. അതായത് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. വളരെ ഈസി ആയിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, +1 മാത്തമെറ്റിക്സ് എക്സാമിനേഷന് ഫസ്റ്റ് 8 ചാപ്റ്റേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ഈ ക്ലാസ് വഴി ചെയ്തത്. തീർച്ചയായും നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി പഠിച്ചു വരുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന പേരിൽ ഞാൻ കുറച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യൂ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. തീർച്ചയായും ക്ലാസ്സുകൾ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഡേ ഇതിന്റെ തുടർച്ച ബാക്കിയുള്ള 8 ചാപ്റ്റേഴ്സ് പരിചയപ്പെടുത്തി കൊണ്ട് വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.